ശരൺ, ഈ കണ്ടെയ്നറുകൾ തീരത്തടിയും എന്നുള്ളത് മുന്നറിയിപ്പുകളുണ്ട്. അതിനൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളിൽ ചിലത് കപ്പലിനൊപ്പം കടലിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ അപകടത്തിൽപ്പെട്ട MSC എൽസ 3യുടെ ഉടമകളായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി ഈ സ്ഥലത്തുണ്ടെങ്കിലും അതിന്റെ ഈ ഒരു കണ്ടെയ്നർ നീക്കമൊക്കെ ഒരു അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ഏറെ തിരക്കുമുള്ള ഈ രാജ്യാന്തര കപ്പൽച്ചാലിലൊക്കെ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സുരക്ഷാ ഭീഷണി കൂടിയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് ഇവർ നിരീക്ഷിക്കുന്നത്? അതിനുവേണ്ട നടപടികൾ അതെങ്ങനെയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുള്ള വലിയ ജാഗ്രതയാണ് നേരത്തെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ മുങ്ങിയതോടുകൂടി തന്നെ, കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണോടുകൂടി തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളതെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നത്. അതിലേറ്റവും കൂടുതൽ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളാണ്. ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലേക്കാണ് വേഗത്തിലെത്താൻ സാധ്യത ഉണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നത്. അതിന് പുറമെയാണ് കൊല്ലത്തെ തീരപ്രദേശങ്ങളിലും പുറമേ എറണാകുളത്തും സാധ്യതയുണ്ടെന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. എറണാകുളത്തെ സാഹചര്യം നിലവിൽ നമ്മൾ ഇന്നലെ മുതൽ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തീരപ്രദേശത്തേക്ക് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ എറണാകുളത്ത് എങ്ങും തന്നെ അത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതോടൊപ്പം തന്നെയാണ് ആ പ്രദേശത്ത്, അതായത് ഈ അപകടമുണ്ടായ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള വലിയ നിരീക്ഷണം ഇപ്പോഴും തുടരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനി 2 ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ആ കപ്പൽ ചരിഞ്ഞതിനെ തുടർന്ന് കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എല്ലാ ആളുകളെയും 23 പേരെയും രക്ഷിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം അത് പുരോഗമിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 21 പേരെയാണ് മറ്റൊരു കപ്പലിലേക്ക് മാറ്റിയിരുന്നത്. ബാക്കി 3 പേർ അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങിയോടുകൂടിയാണ് ആ 3 പേരെ കൂടി ഇവിടേക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തത്. അങ്ങനെ ഈ 24 പേരെയും തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 2ാം ഘട്ടമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ രാസവസ്തുക്കൾ ഉണ്ടെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ 643 കണ്ടെയ്നറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെയാണ് 25ഓളം കണ്ടെയ്നറുകളിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടെന്നുള്ള ആ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വലിയ ജാഗ്രത വേണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. ഈ കണ്ടെയ്നറുകൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 73 ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. ആ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ചിലയിടങ്ങളിലായിട്ട് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ രാസവസ്തുക്കൾ അടങ്ങുന്ന കണ്ടെയ്നറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാഗ്രത നിർദ്ദേശം വച്ചു പുലർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അങ്ങനെ തീരത്ത് അടിയാണെന്നുണ്ടെങ്കിൽ അത് തൊട്ട് നോക്കരുത് എന്നടക്കമുള്ള, സ്പർശിക്കരുത് എന്നടക്കമുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഇതിനകം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് 2ാം ഘട്ടമായിട്ട് ഇത് പ്രധാനമായും ഇതിൻ്റെ അകത്തുള്ള ഈ ഇന്ധനം അത് കടലിൽ പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി. അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് വലിയ രീതിയിൽ തന്നെ നാശനഷ്ടം ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ അത് എണ്ണ പടരാതിരിക്കാനുള്ളൊരു ജാഗ്രത ആ സംവിധാനങ്ങളുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ആകാശ നിരീക്ഷണം അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരൺ, മറ്റൊരു കാര്യം, ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് സംബന്ധിച്ച് ആ ഒരു മുൻകരുതൽ എന്തെങ്കിലും ഈ നേവിയോ കോസ്റ്റ് ഗാർഡോ മറ്റോ എടുത്തിട്ടുണ്ട്? ഇപ്പോൾ എണ്ണപ്പാടയും മറ്റൊക്കെ കാര്യങ്ങളുമായൊരു മുൻകരുതലുണ്ട്. അതല്ലാതെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ തീരെ തടിയുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും മുൻകരുതലുകൾ നേവിയുടെയോ കോസ്റ്റ് ഗാർഡിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇതിൽ ശരണിലേക്ക് എത്താം. ഇപ്പോൾ വീണ്ടും കൊല്ലത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയിരിക്കുന്നു. ശക്തികുളങ്ങര മദാമത്തോപ്പിൽ 3 കണ്ടെയ്നറുകൾ കണ്ടെത്തിയെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 4 കണ്ടെയ്നർ കൂടി ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് ദേവസ്യയിലേക്ക് പോവുകയാണ്. ദിലീപ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൊല്ലത്താണ് ഇത് കൂടുതൽ കണ്ടെയ്നറുകളും അടങ്ങിക്കൊണ്ടിരിക്കുന്നത്, തീരത്ത് അടങ്ങിയിരിക്കുന്നത്. ഒപ്പം എത്ര കണ്ടെയ്നറുകൾ ഇതിനോടകം എത്തിയിട്ടുണ്ട്? ഇതിപ്പോൾ എവിടെയൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്?
ഇതിപ്പോൾ ശക്തികുളങ്ങര മദാമത്തോപ്പിലാണ് 3 കണ്ടെയ്നറുകൾ കൂടി കണ്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത്. 4 കണ്ടെയ്നർ കൂടി ഒഴുകി മൊത്തം 7 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് മാത്രം അടിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം. മൊത്തം 7 കണ്ടെയ്നറുകൾ. പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ചെറിയ അഴീക്കലിൽ 3, പരിമണം 3, ശക്തികുളങ്ങര മദാമത്തോപ്പിൽ 3, അങ്ങനെ 7 കണ്ടെയ്നറുകളാണ് കൊല്ലത്ത് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം കണ്ടെത്തിയത് ശക്തികുളങ്ങരയിൽ കണ്ടെത്തി എന്ന് പറയുന്ന മദാമത്തോപ്പിൽ 3 കണ്ടെയ്നറുകൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അവിടെ നിന്നുള്ള ഒരു